നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന് നാമനിർദ്ദേശ പത്രിക നൽകും. വാഹന റാലിയുടെ നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് പത്രിക നൽകുക. തൃശൂരിൽ കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി ആര്യാടൻ ഷൌക്കത്ത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് മണ്ഡലത്തിലെത്തും. ജന്മനാട്ടിൽ ആദ്യമായി മത്സരിക്കാനെത്തുന്ന M സ്വരാജിന് റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണം നൽകും. നാളെ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. PV അൻവറിന്റെ UDF പ്രവേശനത്തിലും ഇന്ന് തീരുമാനമറിയാം. ആര്യാടൻ ഷൌക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാം എന്ന നിലപാടിലാണ് UDF. എന്നാൽ പൂർണ്ണമായും ഘടകകക്ഷിയാക്കണം എന്ന നിലപാടിലാണ് PV അൻവർ. കൂടുതൽ വിശദാംശങ്ങളുമായി വിപിൻ സി വിജയനും ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട്. ആദ്യം വിപിൻ സി വിജയനിലേക്ക് പോകുന്നു. വിപിൻ, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അൻവറിന്റെ തീരുമാനം എന്താണ് എന്നുള്ളതാണ്. ഇന്നലെ വൈകിയും UDFന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി അൻവർ സ്വയം മത്സരിക്കുമെന്ന പ്രഖ്യാപനം നടത്തുമോ? ഏത് തരത്തിലുള്ള പ്രഖ്യാപനം എന്നുള്ളത് 9 മണിക്ക് അറിയാമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രവിത, ഉന്മേഷ്. ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴും UDF കേന്ദ്രങ്ങളിലെ പ്രധാന ചർച്ച PV അൻവറിനുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ തന്നെ കറങ്ങുകയാണ് എന്ന് തന്നെ പറയാം. ഇപ്പോഴും അതിലൊരു തീരുമാനമായിട്ടില്ല. ഇന്ന് ഒരു ക്ലൈമാക്സ് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. PV അൻവറും UDFും രണ്ടു വഴിക്കാണെന്നുള്ള പ്രതീതിയായിരുന്നു. ഈ സമയത്താണ് ഒരു പകൽ കൂടി കാത്തിരിക്കാൻ 3 സമുദായത്തിൽപ്പെട്ട നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് PV അൻവർ പറയുന്നു. ഇന്നലെ മുതൽ പിന്നീട് മാധ്യമങ്ങളെ കാണാതെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ വൈകുന്നേരമായിട്ടും അതിലൊരു തീരുമാനമായിരുന്നില്ല. ചർച്ച വഴിമുട്ടിയിരിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം UDF അസോസിയേറ്റ് അംഗമാക്കാം, ഒപ്പം ആര്യാടൻ ഷൌക്കത്തിന് പൂർണ്ണ പിന്തുണ ആദ്യം പ്രഖ്യാപിക്കുക എന്നുള്ള നയമാണ് സ്വീകരിച്ചത്. ഇത് UDFന്റെ കൺവീനർ അടൂർ പ്രകാശ് UDF നേതൃയോഗത്തിന് ശേഷം രാത്രി 9 മണിയോടുകൂടി PV അൻവറിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഇതിലെടുത്തിരിക്കുന്ന ഒരു തീരുമാനം പൂർണ്ണമായും ഘടകകക്ഷിയാക്കണം, അസോസിയേറ്റ് അംഗമാക്കാം എന്നുള്ളത് മെയ് 2-ാം തീയതി തന്നെ തീരുമാനിച്ചതാണ്. അത് ഇതുവരെയും പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല. ഇനി ഘടകകക്ഷിയിൽ കുറഞ്ഞ ഒന്നിനും അംഗീകരിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് എടുത്തിരിക്കുന്നത്. രാത്രിയും വളരെ വൈകിയും സമവായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇന്ന് 9 മണിക്കാണ് PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ അസോസിയേറ്റ് അംഗമാക്കാമെന്നുള്ള ഇപ്പോഴത്തെ കാര്യത്തിൽ അത് വഴങ്ങുമോ, പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ആവുന്നതിന് തൊട്ട് മുൻപ് ഘടകകക്ഷിയാക്കാമെന്നുള്ള ആ ഒരു കാര്യത്തിന് അംഗീകാരം നൽകുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. മറ്റൊന്നുള്ളത്, അല്ലെങ്കിൽ PV അൻവറും തിരഞ്ഞെടുപ്പ് ഗോതയിലുണ്ടാവും. വലിയ ഒരു ത്രികോണ പോരാട്ടം അങ്ങനെയാണെങ്കിൽ നിലമ്പൂർ സാക്ഷിയാവും എന്നുള്ളത് തെല്ലും സംശയമില്ല. ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി M സ്വരാജ് കൂടി എത്തിയതോടുകൂടി വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. ഇതിൽ UDF മുൻനിർത്തിയ സ്ഥാനാർത്ഥി അംഗീകരിക്കണം എന്നുള്ളതാണ് UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി. അതിനുശേഷമാണ് അസോസിയേറ്റ് ആക്കാം എന്നുള്ള കാര്യത്തിലേക്കൊക്കെ UDF കടക്കുക. അതിനി അൻവർ സമ്മതിക്കാനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട്? അത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെ അൻവർ എത്തുമോ? പ്രവിത, ആദ്യം ഘടകകക്ഷിയാക്കുക, അപ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരാം എന്നുള്ളൊരു നയമാണ് അദ്ദേഹം ആദ്യം മുതൽ തന്നെ സ്വീകരിക്കുന്നത്. അതായത് ആര് ആദ്യം എന്നുള്ളതാണ്. ആദ്യം സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുമോ അതോ ആദ്യം ഘടകകക്ഷി ആക്കി മാറ്റുമോ? ഈ ഒരു ചോദ്യമാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തന്നെ ഇവരുടെ ചർച്ചകളിൽ പ്രധാനമായും വരുന്നത്. പക്ഷേ രണ്ടു കൂട്ടരും അത് പിന്നോട്ടില്ല. UDF ഇന്നലത്തെ നേതൃയോഗത്തിൽ ഇടയില്ലാത്ത വിധം തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആദ്യം സ്ഥാനാർത്ഥിയെ അൻവർ പിന്തുണയ്ക്കട്ടെ എന്നുള്ള കാര്യം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുമോ? താൻ UDFന്റെ ഭാഗമല്ലാത്തത് കൊണ്ടാണ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതെന്നും പറയാനുള്ള കാരണങ്ങൾ പാർട്ടി UDFനൊപ്പം അല്ലെങ്കിൽ കൂടുതൽ വിശദീകരിക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ്. PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ അത് UDFനെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്.